അരികിലെ പുതുമന്താരമായി വിടരു നീ പുലരുവാൻ കൊതി തോന്നുന്നൊരേ പുലരിയിൽ അങ്ങെങ്ങോ നിൻ പൊൻപീലി മിന്നുന്നുവോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ശ്രീകുട്ടൻ ഇല്ലാത്ത ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മോളും മോളമ്മയും ഞാനും ഒക്കെ ഊറ്റമായിട്ട് വന്നിട്ടുണ്ട്. അവൻ ഇല്ലാത്തതിൻ്റെതായ കുറേ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. അവനും നല്ല സങ്കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നല്ല കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ഇന്നിപ്പം ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? ക്ലാസ് അല്ല, ഇന്ന് അവിടെ കോളേജിൽ എന്തോ ഒരു പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, കുറേ പിള്ളേർ വരാനുണ്ട്. അപ്പം എന്തായാലും അവന് അവിടെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ കാര്യങ്ങളെല്ലാം പോകുന്നു. നമ്മൾ ഇവിടെ അങ്ങോട്ട് പോയ വഴിക്ക് നമുക്കുണ്ടായ കുറേ അനുഭവങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലെ കുറേ വിശേഷങ്ങളും അവൻ പോയതിൽ പിന്നെ നമ്മുടെ ഇവിടെ ഈ വീട്ടിലുണ്ടായ കുറേ മാറ്റങ്ങളും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹലോ, എന്നെ എടുക്കുവാടാ? ആണോ? ഡ്യൂട്ടി ഉണ്ടോ? ഡ്യൂട്ടിക്ക് പോവാണോ? പോന്നില്ലേ? ഓഹോ, എന്നാ കഴിക്കുന്നേ? അമ്മാമ്മൻ കഴിച്ചോ? ഇപ്പോഴായിരിക്കും എഴുന്നേറ്റ്, എന്നിട്ട് ഓടിപ്പടച്ച എല്ലാം ചെയ്യുന്നേ. ആണോ? രാവിലെ വന്നിട്ട് ഉറങ്ങിയിട്ട് ഇപ്പൊ എണീറ്റു. കണ്ണൊക്കെ ഇടിപ്പിച്ചു. ഓ, ചേട്ടായി ഇന്ന് രാവിലെ വിളിച്ചല്ലേ? രാവിലെ വിളിച്ചു. ഇതേ അമ്മ ഇരിക്കുന്നു, അമ്മ ഇവിടെ ഉണ്ട്. ഞങ്ങളെന്നാ ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സങ്കടം ഉണ്ട്, എന്നാലും കൂട്ടുകാരൊക്കെ കിട്ടിയപ്പം ആ കൂടെ അങ്ങ് സങ്കടമൊക്കെ കളഞ്ഞങ്ങ് നടക്കുവാ. എനിക്ക് സങ്കടം ഉണ്ട്. എപ്പോഴും ആ റൂമിൽ കയറിപ്പോയി നോക്കൂന്നേ അവനുണ്ടെന്നും പറഞ്ഞോണ്ട്. അതാ. ഇല്ല, ഇനിയും ദിവസം ഉണ്ട്. അതെ, വെച്ച അന്നേരം അങ്ങ് വിരിയോ? അതെ. ഇപ്പൊ രണ്ടുപേരും കൂടെ മോളോട് ചൊല്ലുവാ. ശ്രീകുട്ടനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കൊണ്ടാക്കി. അവൻ സന്തോഷമായിട്ട് ഇരിക്കുന്നു. എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ ആശാൻ വിളിക്കുന്നുണ്ട്. ഒരു മനസ്സിന് ഭയങ്കര ഒരു വിഷമമാണെന്ന് തോന്നേ. അതാ എപ്പോഴും എപ്പോഴും വിളിക്കുന്നേ. അമ്മ ചോറുണ്ടോ, പപ്പ എന്നെ അടുക്കുവാ, സേറയ്ക്ക് തീറ്റ കൊടുത്തോ, വണ്ടിയും കൊണ്ട് എവിടെയും പോയോ, ഇന്ന് മാളിക്കുട്ടി എപ്പോഴാ പോയത്, എന്തെല്ലാം കാര്യമാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചാ ആശാന് മനസ്സ് മൊത്തം ഇവിടെയാ. അത് നേരാ. ഇനി അതൊന്നും മൈൻഡ് മാറി വരണേ കുറച്ച് ദിവസം പിടിക്കും. പിന്നെ അതൊരു ഒരു മാസമേലും പിള്ളേരോടൊക്കെ മിണ്ടി കോളേജിലൊക്കെ പോയി തുടങ്ങുമ്പോഴേ അത് മാറുള്ളൂ. പിന്നെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മലപ്പുറത്തുനിന്ന് അല്ലേ? മലപ്പുറംകാരനൊരു പയ്യനുണ്ട്, കോഴിക്കോടുകാരനൊരു പയ്യനുണ്ട്, ചങ്ങനാശ്ശേരിക്കാര് 2 പേര് അടുത്ത തൊട്ടടുത്ത റൂമിലുണ്ട്. അപ്പം അവരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ വന്നത്. ചങ്ങനാശ്ശേരിക്കാരുണ്ട്, പിള്ളേരെ ഏൽപ്പിച്ചിട്ടായിരുന്നു. ഇവൻ ശ്രീകുട്ടൻ ഞങ്ങളുടെ കൂടെ പോരാനിരുന്നത്. കാരണം ഹോസ്റ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ റൂമില് പുതിയ പിള്ളേരാരും വന്നിട്ടില്ലായിരുന്നു. ഒരു കൊച്ചു വന്നിട്ട് ഡ്രസ് അവന്റെ ബാഗെല്ലാം വെച്ചിട്ട് അവൻ പോയി. കാരണം 25-ാം തീയതിയെ ക്ലാസ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ശ്രീകുട്ടനും പോരണോ വേണ്ടയോ എന്നൊരു ഏങ്ങലായിരുന്നു. തന്നെയല്ല ഇങ്ങോട്ടൊരു യാത്ര, പിന്നെ അവൻ അങ്ങോട്ടൊരു ദിവസത്തെ യാത്ര, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അവൻ ആകെ ക്ഷീണമാവും. അതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കാൻ പറഞ്ഞൊക്കെ സെറ്റാക്കി വന്നപ്പോഴത്തേക്കും 2 പിള്ളേർ വന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. പിന്നെ അവരുടെ കൂടെ കമ്പനിയായി. പിന്നെ കോഴിക്കോടുകാരനൊരു പയ്യനുമായിട്ട് നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല സുഹൃത്തുക്കളാണ്, കുഴപ്പമൊന്നുമില്ല. മലയാളികളാണ്. നമ്മൾ കർണാടകയിൽ ചെന്ന് കഴിഞ്ഞാൽ
ബാംഗ്ലൂർ ചെന്നാൽ ഒരു 80% മലയാളി കോളേജുകളിൽ മലയാളി പിള്ളേരാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മാറി അവൻ പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ട്. അത് ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബെൻഡിങ് ഉണ്ട്. പിന്നെ അവനെ എപ്പോഴും ഒരു മേൽനോട്ടവും കാര്യങ്ങളും ഇതിലെ ഇങ്ങനെ ഓടി നടക്കും കേട്ടോ. ഓടി നടക്കും. ഒരു നിക്കറും ഒരു ബനിയനും പുറത്താണ് നടക്കുന്ന ആള് ഇതിൻ്റെ കൂടെ. നല്ല ഭംഗിയാ ഓടി നടക്കുന്നതൊക്കെ കാണാനായിട്ടൊക്കെ. ഇപ്പൊ അവനില്ലാത്തതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തി കുറെ കാര്യങ്ങളിലൂടെ ഒക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാനുണ്ട്. അവനുണ്ടെങ്കിൽ നമ്മൾ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ അവനായിട്ട് തുടങ്ങി വെച്ച ചെറിയ ആ ഒരു ബിസിനസ്, കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പലർക്കും അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഒരുപാട് ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിനി കൃത്യമായിട്ടും എത്തേണ്ട കൈകളിൽ എത്തിക്കണം. അത് തുടർന്നുകൊണ്ടിരുന്നാലേ നമുക്കും എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് അവൻ പോയേക്കുന്നത്. ഇന്നാണെങ്കിലും നമ്മള് അവൻ ഇവിടെ എടുത്തോണ്ട് വെച്ചിരുന്നു സാധനങ്ങൾ പോകാൻ കുറച്ചേറെ. അതെല്ലാം നമ്മൾ 3-4 പേർക്ക് അയച്ചു കൊടുത്തു. പായ്ക്കൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും സിറ്റിക്ക് കൊണ്ടുപോയി അതൊക്കെ അയച്ചു ഭംഗിയായിട്ട് കൊടുത്തു. ഇനിയിപ്പം ബാക്കി ഇരിക്കുന്നതൊക്കെ ഓർഡർ അനുസരിച്ച് കൊടുത്താൽ മതി എന്നൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു. ഓരോ കാര്യങ്ങളും അവിടെ ഇരുന്ന് അവൻ നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ. ആശാനെന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും കാരണന്മാരെ ബുദ്ധിമുട്ടില്ലാതെ നോക്കണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ആശാൻ ഇവിടുന്ന് പോയപ്പം നമ്മൾ ഒരു പെട്ടിക്കകത്തും 2 ബാഗിനകത്തും നിറച്ച് ഡ്രസ്സും കാര്യങ്ങളും പലഹാരവും ഒക്കെ ആയിട്ടാണ് പോയത്. ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷം ഇടാനുള്ള ഡ്രസ്സ് ഉണ്ടാകും. അത് അവിടെ കൊണ്ടുപോയി കച്ചവടം വരെ നടത്താം. അതാ ഞാനും പറഞ്ഞു, വഴിയോര കച്ചവടത്തിന് പോവാണോ എന്ന് വരെ ചോദിച്ചു. അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ ഡ്രസ്സുകളിലെ പാന്റ്, ഈ മറ്റേ ജീൻസിന്റെ പാന്റൊന്നും ഉപയോഗിക്കാൻ പറ്റുകയില്ല. കോളേജല്ലേ, കീറിയതോ പറഞ്ഞതോ അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കുകയില്ല. പിന്നെ അവൻ വിളിച്ചു പറഞ്ഞു 3 പാന്റ് യൂണിഫോം കളറുള്ള മറ്റേ സാധാ പാന്റ് 2-3 മേടിച്ച് കൊടുത്തുവിടാൻ പറഞ്ഞു. ഞാനും മോളമ്മയും കൂടെ കട്ടപ്പന പോയി ഇന്നലെ ആ തുണിയെല്ലാം മേടിച്ച് കൊടുത്തു. അവൻ്റെ കൂട്ടുകാരൻ ഒരു കൊച്ചു പോകുന്നുണ്ട്. പുള്ളി ഇന്ന് പോകും. അവരിന്ന് വണ്ടിയും കൊണ്ട് കാറും കൊണ്ടാണ് പോകുന്നത്. അപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ കാറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർക്കും വലിയ ബുദ്ധിമുട്ടില്ല, കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അവൻ വിളിച്ച് പറയുന്നതനുസരിച്ച് കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പിന്നെ അവൻ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ ഏജില് അവനാ മൂത്തെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അവൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പോകുമല്ലേ, അതുകൊണ്ട് ഇച്ചിരി ഏജ് കൂടുതൽ അവനുണ്ട്. ബാക്കി എല്ലാ പിള്ളേർക്കും ഒരു 18-19 ആ പ്രായമൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കൊച്ചിനെങ്ങാനുണ്ട് 21 വയസ്സല്ലേ. നമ്മൾ ആ പാന്റ് കൊടുത്തു വിട്ട കൊച്ചിന് 21 വയസ്സെങ്ങാനുണ്ട്. അവന് വേദന്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വന്നതാ. അവന് GNM പഠിക്കുന്നത് കേട്ടോ. അന്നേരം കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ആശാനൊരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിലെ ആവലാതിയാണ് പുള്ളിയുടെ മനസ്സിൽ കൂടുതലും. പപ്പായ്ക്ക് മേലാത്തയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് പപ്പ ഒത്തിരി കട്ടിയുള്ളതൊന്നും ചെയ്യിപ്പിക്കരുത്, അതൊക്കെയാണ് എന്നോട് വിളിച്ചിട്ട് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ചേച്ചിയാണെങ്കിലും വിളിച്ചു പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, നീ അങ്ങ് പഠിച്ചാൽ മതി, വീട്ടിലെ കാര്യം പപ്പായും അമ്മയും കൊണ്ട് നോക്കിക്കോളും. ഇത്ര നീ കുഞ്ഞായിരുന്നപ്പോൾ അവരല്ലേ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നേ, നീ പിന്നെ ടെൻഷനൊന്നും അടിക്കണ്ട, പഠിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് അവളും ഒരു ആശ്വാസവാക്കൊക്കെ പറയും. പിന്നെ ആശാൻ എന്ന് പറഞ്ഞാൽ ഉറക്കം ഇച്ചിരി കൂടുതലായിരുന്നു. ഇപ്പം ഇന്നലെയും മിനിങ്ങാനും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 8 മണിയായപ്പോൾ ഏറ്റു കേട്ടോ. ക്ലാസ് ഇല്ലല്ലോ, 21 ക്ലാസ് തുടങ്ങി. ഞാൻ 8 മണിയായപ്പോൾ ഏറ്റമ്മ 8 മണിയായിട്ട് ഏറ്റിട്ട് പല്ലൊക്കെ തേച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് 9 വരെ മെസ്സുണ്ട്. എന്നിട്ട് ഞാൻ കാപ്പിയൊക്കെ കുടിക്കാൻ പോയി. പൂരി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ മുട്ട എങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ചോറിൻ്റെ അകത്തിട്ട് ഇളക്കി അങ്ങനത്തെ ഭക്ഷണമൊക്കെ ആയിരുന്നു. നല്ലതാ. പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്കൊക്കെ ചെല്ലുമ്പം കപ്പളങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പഴുത്തത്. അതിലെന്ത് വേണേലും ഉണ്ട്, തിന്നാ മതി. പിന്നെ ഇച്ചിരി കറികളൊക്കെ ഇച്ചിരി എരിവ് കൂടുതലാ, ഇച്ചിരി പുളി കൂടുതലാന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിലൊക്കെ പോലെ നമ്മള് കിട്ടത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ആശാൻ പറയുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ അങ്ങ് ശീലം വായിക്കോളും. പിന്നെ വീട്ടിലെ ആ ഇഷ്ടങ്ങളങ്ങ് സാധിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. പുള്ളിക്ക് ഇടയ്ക്കൊക്കെ ഒരു ഗ്ലാസ് കടുങ്കാപ്പിയൊക്കെ വേണം. ഇടയ്ക്ക് 3 മണിയാകുമ്പോഴത്തേന് അമ്മയേച്ചി കടിഞ്ഞായ ഇട്ടേ എന്ന് പറയുമ്പോഴേ ഞാൻ ഓടിപ്പോയി കടിഞ്ഞായ ഇട്ട് കൊടുക്കും. അന്നേരം ഏത്തക്കാപ്പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ തണ്ണിമത്തം മുറിച്ച് കൊടുക്കും. ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഇച്ചിരി ജ്യൂസൊക്കെ കലക്കിയൊക്കെ കൊണ്ട് കൊടുക്കും. ഇതൊന്നും ഇപ്പം കിട്ടുന്നില്ലല്ലോ. അന്നേരം അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഉണ്ട്. ഡ്രസ് എടുക്കാൻ കട്ടപ്പനയ്ക്ക് പോയതിന്റെ വീഡിയോ ഇച്ചിരി നേരം എടുത്തിട്ടുണ്ട്. ഇച്ചിരി നേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം.
അപ്പോൾ എല്ലാവരും കാണണം. പിന്നെ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട്. എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ അവരുടെ അടുത്തു നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം തോന്നും. അതെ. പിന്നെ ശ്രീകുട്ടനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ ഈ ചെറുപ്രായത്തിൽ അവൻ്റെ ജീവിതം എല്ലാവർക്കും അറിയാം. അവൻ്റെ ചിരിയും വർത്തമാനവും കണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലുള്ളവർ തന്നെ അവൻ ഉയർന്നു കാണണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും അവൻ നല്ല രീതിയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ച പ്രാർത്ഥിച്ച ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ള ഒരു 99% ആൾക്കാർ. അപ്പം അവരെല്ലാം ആഗ്രഹിച്ച ആ രീതിയിൽ തന്നെ അവൻ ഭയങ്കര കോടികളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അത്യാവശ്യം ഈ 24 വയസ്സിനിടയ്ക്ക് അവനും പൊന്നും കൂടെ കൂടി ഇത്രയൊക്കെ ചെയ്തു. നമുക്ക് നല്ലൊരു വീട് തന്നെ അവർ രണ്ടുപേരും കൂടെ വെച്ചു. അപ്പം ഇതെല്ലാം ചെയ്തു തന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ അവൻ പഠിക്കാൻ പോയേക്കുന്നത്. എന്തായാലും നമുക്ക് മറ്റ് പേടിക്കേണ്ട ഒരവസ്ഥ അവനിൽ നിന്ന് ഒരു ചള്ളു സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വഴിതെറ്റി പോവുകയില്ല എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് സന്തോഷവുമുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അവിടെ കോളേജിൽ ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞ് ക്ലാസ് റൂമിൽ നമ്മുടെ മാതാപിതാക്കന്മാരെല്ലാം ക്ലാസ് റൂമിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. അന്നാലും ഞാനും മോളമ്മയും ഒരുപാട് രക്ഷകർത്താക്കന്മാരുണ്ടായിരുന്നു, പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ പോയി ഇരുന്നപ്പം ഞങ്ങളങ്ങ് കയറി ചെന്നപ്പോഴത്തേക്ക് ഒരു പെങ്കൊച്ച് ഞങ്ങളെ നോക്കി ചിരിച്ചു. അപ്പോൾ എന്നെ നോക്കി ആദ്യം ചിരിച്ചപ്പോൾ ഞാൻ ഒരു ചിരി ചിരിച്ചിട്ട് ഞാൻ പയ്യെ കിടന്ന് അപ്പുറത്ത് പുറകോട്ട് പോയി. പുറകിലായിരുന്നു സീറ്റ് കിടന്നത്. അപ്പം മോളമ്മ ചെന്നപ്പോഴത്തേക്ക് മോളമ്മയുടെ കയ്യെ ചാടി പിടിച്ചു. കണ്ണൂരുകാരിയാണ്. അവളും GNM പഠിക്കാനായിട്ട് വന്നതാണ്, നഴ്സിംഗ് പഠിക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കൊച്ചാണ്, ഭൂമിക എന്നാണ് പേര്. മാളുക്കുട്ടി എന്ത് ചെയ്യുന്ന എന്നാൽ ഫസ്റ്റിലേ ചോദിച്ചത് എന്നോട് ചോദിച്ചു, മാളുക്കുട്ടി എന്ത് ചെയ്യുന്നു ചോദിച്ചു. മാളുക്കുട്ടി ഇന്ത്യയെ ചേച്ചി എന്നാ പറയുന്നു, സുഖമായിട്ട് ഇരിക്കുന്നു. ഞാൻ വീഡിയോ എല്ലാം കാണാറുണ്ട്. ശ്രീകുട്ടൻ ഇവിടെ പഠിക്കാൻ വന്നതാണോ? ഞാനും ഇവിടെ GNM ചേർന്നു, ഇനി ഞങ്ങൾക്ക് ഒന്നിച്ചു പഠിക്കാലോ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വേറെ 2-3 പിള്ളേരും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് കേട്ടോ. നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ശ്രീകുട്ടനെ പുറത്തോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പം അവനെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ ഈ ചേട്ടനെ എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ. കൂടുതലും ഇപ്പം മീശ താടി ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാകാനായിട്ട് പാടാ. അതെ, ആ മീശ താടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ താടിയും മീശയൊക്കെ ഇങ്ങനെ തിങ്ങി വനം പോലെ നിൽക്കുമല്ലോ. അതുപോലെ 2 ഉണ്ടായിരുന്നു. അത് കളഞ്ഞ അതാ പഴയ ഷേപ്പ് തന്നെയാണ്. ചേട്ടായി പോയിട്ട് തന്നെ വിളിച്ചു, മെസ്സേജ് അയച്ചു. ഭയങ്കര സങ്കടമാണ്. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഇട്ടു, ഐ മിസ് യു എന്ന് പറഞ്ഞിട്ട്. അതിന് കരഞ്ഞോണ്ട് എനിക്ക് കുറെ മെസ്സേജ് ഒക്കെ അയച്ചു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്കൊരു വിഷമമുണ്ട്. ഞാൻ എപ്പോഴും ചേട്ടാ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ഇതില് എപ്പോഴും പോയി റൂമിലോട്ട് കയറി നോക്കും, അവിടെ ഉണ്ടെന്നാ എന്റെ വിചാരം. ലൈറ്റ് എപ്പോഴും ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് അവിടെ ഉണ്ടെന്നാ വിചാരം. ഞാൻ ഓടിച്ചെന്ന് നോക്കും കേട്ടോ, എന്നിട്ട് തിരിച്ചു വരും. അപ്പൊ ഭയങ്കരമായിട്ട് അല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഞാൻ വൈകിട്ടൊരു 5 മണിയാകുമ്പോ വരും വീട്ടില്. അന്നേരം തൊട്ട് പിന്നെ ഉറങ്ങുന്നിടം വരെ അവന്റെ ചിന്തയേ ഉള്ളൂ. എപ്പോഴും എന്റെ അടുത്ത് വന്നിരിക്കും. ഒന്നുമില്ലേലും വെറുതെ ഒരു കാര്യം ഒന്നും ഇല്ലേലും എപ്പോഴും വഴക്കുണ്ടാക്കി അടിയും പിടിച്ച് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഐ മിസ് യു സോ മച്ച്. എനിക്ക് അത്ര പറയാനുള്ളൂ. അവനിവിടെ ഇല്ലെന്നുള്ള കാര്യം നമുക്കൊരു തോന്നലില്ല അല്ലേ? എനിക്ക് 2 ദിവസമായിട്ട് അവനിവിടെ ഇല്ലാത്ത ഒരു തോന്നൽ എനിക്ക് വരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ഓരോ പണികൾ ചെയ്യുന്നു, അവന്റെ മുറി കയറി മുട്ട തിരിച്ചു വെക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ പോസ്റ്റ് അയക്കാൻ പോയി, പെട്ടി പാക്ക് ചെയ്യുന്നു, ഇതെല്ലാം ഇവൻ ചെയ്യുന്നല്ലേ. എന്നാൽ നമ്മൾ അത് തന്നെ അങ്ങ് ചെയ്യുമ്പോഴത്തേന് അവൻ ഇവിടുന്ന് ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നില്ല. പിന്നെ ഈ 3-4 നേരം വിളിക്കുമല്ലേ, വിളിച്ച് അങ്ങനെയാണോ അമ്മേ, ഇങ്ങനെയാണോ അമ്മേ, അത് ചെയ്തോ അമ്മേ, ഇത് ചെയ്തോ അമ്മേ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഇല്ലായ്മ അറിയത്തില്ല. അതുകൊണ്ട് ഒരു എനർജി ഉണ്ട്. വലിയ സങ്കടമായിട്ടൊന്നും തോന്നുന്നില്ല എനിക്ക്. പിന്നെ പഠിച്ചു മിടുക്കനായിട്ട് വരട്ടെ. ഇന്ന് നമ്മുടെ വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ കമന്റൊക്കെ കണ്ടുപോലെ സങ്കടം വരുന്നല്ലോ, നിന്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടം വരുന്നല്ലോ. ഞാൻ സ്കൂള് വിട്ട് വരുന്നതിന് പ്രാവശ്യം കരഞ്ഞായിരുന്നല്ലേ. ഞാൻ ഇല്ലായിരുന്നല്ലോ അന്നേരം. ഞാൻ ഇന്ന് വീഡിയോ കണ്ടപ്പോഴാ ശ്രദ്ധിച്ചേ കരയുന്നൊക്കെ. നീ സ്കൂള് വിട്ടിട്ട് വന്ന് നിന്നെ കണ്ടിട്ട് പോകാൻ വേണ്ടി ഇവിടെ നോക്കി ഇരുന്നിരുന്ന് 5 മണിക്ക് വണ്ടിയും പോയി ഞങ്ങളെ. അതെ, ബസ് പോയി കേട്ടോ. എന്നിട്ട് ഇവര് ഓട്ടോ വിളിച്ചാണ് പോയത്. നിന്നെ നോക്കി ഇരുന്നോണ്ടാ വണ്ടി കിട്ടാതെ പോയത്, അല്ല നേരത്തെ ഇറങ്ങിയേനെ. കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ രാവിലെ എന്നോട് പറഞ്ഞിട്ടാ ഞാൻ ഇവിടുന്ന് പോയേ. എനിക്ക് എന്നെ സ്കൂൾ വിടുമ്പോൾ താമസിച്ച് വിടുകയുള്ളൂ.
അവിടെ നടന്ന് ഇങ്ങോട്ട് വരണ്ടേ, അപ്പൊ പോകത്തില്ലാന്ന് മനസ്സിലുണ്ട്. അതുകൊണ്ട് എന്നാലും ഞാൻ പെട്ടെന്ന് ആ സ്പീഡിൽ വന്നേ. എന്നാലും ഇവര് ഇവിടുന്ന് ഇറങ്ങിയപ്പോ താമസിച്ചു പോയിട്ട് വണ്ടി ഓടി. ആശാൻ ആകെപ്പാടെ മാറി നിന്നേക്കുന്നത് ചങ്ങനാശ്ശേരി ഒരു 5-6 മാസം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം നമ്മളൊരു കുഞ്ഞു വീടൊക്കെ എടുത്തു കൊടുത്തു. അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 5-6 മാസം മാറി നിന്നിട്ടേ ഉള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ 3 വർഷം താമസിച്ചോണ്ട് അയൽക്കാരും ഒക്കെ ആയിട്ട് നല്ല പരിചയമായിട്ട് അങ്ങനെ ഒരു വിഷമേ ഉണ്ടായിട്ടില്ല. എപ്പോഴും അവർ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാ ഉണ്ടായാലും അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് അവന് സങ്കടമില്ലായിരുന്നു. ഇപ്പം ആശാന മുഖത്തോട് നോക്കുമ്പം ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അത് കാര്യമാക്കണ്ട. ഇനി പഠിച്ചും മിടുക്കനായിട്ട് 3 വർഷം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പം നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അങ്ങനെ ഒരു ആശ്വാസത്തിലാണ് ഇപ്പം അവരും ഇരിക്കുന്നത്, നമ്മളും ഇരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ ഒക്കെ ഇടും. അന്നേരം എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ശ്രീകുട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം മാളക്കുട്ടി ഇപ്പം പഠിച്ചു എഡിറ്റൊക്കെ ചെയ്യാനായിട്ട് അവളും കുഞ്ഞല്ലേ, കൊച്ചല്ലേ, ഇത്രയുള്ള പ്രായമോ അറിവൊക്കെ ഉള്ളൂ. അന്നേരം എന്തെങ്കിലും ഒരു തെറ്റുകളൊക്കെ വന്നാൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മുടെ സേറമോക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ശ്രീകുട്ടനില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ കൊണ്ട് ഫുഡ് കൊടുത്തിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാനായിട്ടേ. അങ്ങനെ ഒരു മടി കാണിക്കുന്നതല്ല അവിടെ. അവൻ ഇങ്ങനെ ദൂരേക്ക് മാറിപ്പോയതായിട്ട് അവൾക്ക് കൃത്യം മനസ്സിലായി. പിങ്കിക്ക് പിന്നെ അങ്ങനൊന്നുമില്ല. പിങ്കിക്ക് പിന്നെ മോന് പോയാലും ഞങ്ങൾ ആര് പോയാലും ഭക്ഷണം അവിടെ വാതൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കഴിക്കും, അത് അതിനകത്ത് കയറി കിടക്കും. പക്ഷെ അത് നമ്മൾ ഇവിടെ നിന്ന് പോയാൽ ഈ വീട് നല്ലോണം നോക്കും. നമ്മളിവിടെ ഇല്ല എങ്കിൽ പിങ്കി ആയിരുന്നു ഏറ്റവും കൂടുതൽ. കാരണം അവൾ വീടിന് ചുറ്റും നടക്കുകയും ചെറിയൊരു അനക്കം കേട്ടാൽ അവൾ കുരയ്ക്കുകയും ചെയ്യും. അവളെ നല്ലപോലെ കെയർ ചെയ്യും. നമ്മളിവിടെ ഇല്ലെങ്കിൽ പിങ്കി നല്ല രീതിയിൽ നമ്മുടെ വീട് നോക്കുന്ന ഒരു പട്ടിയാണ്. സേറയും പിങ്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ലെന്നേ ഉള്ളൂ. രണ്ടുപേരും വീട് നല്ലോണം നോക്കും. ഒറ്റ മനുഷ്യനെ ഇവിടെ കേറ്റത്തില്ല. പിന്നെ ശ്രീകുട്ടൻ ഇല്ലാത്തത് കൊണ്ട് അവൻ പറഞ്ഞു കേൾപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മള്, കാരണം നമ്മള് ഇങ്ങോട്ട് അവനെ കൊണ്ട് വിട്ടിട്ട് നമ്മള് കട്ടപ്പന വഴിയാ വന്നത്. കുമളിന്ന് ബസ് ഇല്ലായിരുന്നു ഇങ്ങോട്ട്, കുഞ്ഞുമേട് വഴി. കട്ടപ്പന വന്ന് പെഡിഗ്രി മേടിച്ചു. പെഡിഗ്രി ഒക്കെ തീരാറായിരിക്കുമായിരുന്നു സേറയ്ക്കുള്ള എല്ലാ സാധനവും അവൻ പറഞ്ഞു കേൾപ്പിച്ച. അതിന് കുറെ മരുന്നുകളും ടോണിക്കുകളും എല്ലാം ഇവിടെ വെളിയിലെ അലമാരിക്കകത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കൃത്യസമയത്ത് കൊടുക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിൻ ചെയ്യാനൊന്നും എനിക്ക് ഞാൻ ശ്രമിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവിടെ നഖമൊക്കെ വളർന്നിരിക്കുക. നമുക്കിട്ട് മാറ്റി കഴിഞ്ഞാലേ ഇനിയിപ്പോൾ അതൊന്ന് വെട്ടണം. ഈ മാസ്ക് ഉണ്ട്, നമ്മുടെ അവിടെ മുഖത്ത് വെക്കുന്ന മാസ്ക് ഉണ്ട്. ആ മാസ്ക് മേടിക്കുകയാണ് കഴിക്കുക. മാസ്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നഖം വെട്ടാം. അല്ലെ നമുക്ക് കട്ടപ്പന ഗ്രൂമിംഗ് സെന്ററിൽ കൊണ്ടുപോവാം. അതാകുമ്പോ എല്ലാം ഫുള്ള് സെറ്റ് ആക്കി തരും. പിന്നെ നമുക്ക് കൊച്ചിനും കൂടെ അതെനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസം നമുക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും കൂടെ സേറമോളെ ഓട്ടോയിലോട്ട് കയറ്റി ജോലിയായിട്ട് നമുക്ക് പോകാം. അല്ലെങ്കിൽ പിന്നെ ശ്രീകുട്ടൻ വരണം. അവൻ വന്നു കഴിയുമ്പോ അവധിക്ക് വരുമ്പോഴേ കൊണ്ടുപോയി നഖമൊക്കെ വെട്ടി ക്ലീൻ ആക്കി. അത് ഇവരുടെ കോളേജില് ഇച്ചിരി താമസിച്ചാണ് ക്ലാസ് തുടങ്ങുന്നത്, ഗവൺമെന്റ് കോളേജ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എപ്പോഴൊക്കെ അവധി കിട്ടുമെന്നൊന്നും നമുക്ക് കൃത്യം പറയാനൊക്കെ. ഡിസംബറിൽ ക്രിസ്മസിന് കിട്ടുമെന്നോ അങ്ങനെയൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ മറ്റു സ്കൂളുകളിൽ കോളേജുകളിലെല്ലാം ക്ലാസ് തുടങ്ങിയിട്ട് 10-15 ദിവസമായി. അതുപോലെ തന്നെ നിരവധി പിള്ളേർ വരുന്നുണ്ട്, നിരവധി പിള്ളേർ വന്ന് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ശ്രീകോട്ടം നിൽക്കുന്ന കോളേജ് നല്ല ഗവൺമെന്റ് കോളേജാണ്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. റൂമൊക്കെ ഞാൻ കണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ പോയത്. പക്ഷെ എല്ലാം നല്ല വൃത്തിയാട്ടോ. വൃത്തി, നല്ല സൗകര്യങ്ങളും. കൂടുതലും പിള്ളേരും ബോയ്സ് 1 വർഷത്തേനൊക്കെ ആയിരിക്കുന്നത്. അവര് അത് കഴിയുമ്പോൾ വെളിയിലെ ഫ്ലാറ്റ് എടുത്ത് മാറും കൂട്ടായിട്ടേ. അപ്പോൾ അവിടെ അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്, ഫ്ലാറ്റ് റൂം ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ വെളിയിലേക്ക് പോകുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ 1 വർഷത്തേനാണ് നമ്മൾ ശ്രീകുട്ടനും എടുത്തേക്കുന്നത്. ആദ്യം ഫ്രഷായിട്ട് ആദ്യം ചെല്ലുന്നവർക്ക് 1 വർഷത്തേനും അവർ കൊടുക്കും. 1 വർഷത്തേനല്ല 3 വർഷത്തേനും കൊടുക്കും. എല്ലാ പിള്ളേരും 1 വർഷത്തേനൊക്കെ എടുക്കുന്നു. എന്നാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോളേജും ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ഹോസ്റ്റലാണേലും നല്ല വൃത്തിയും കാര്യങ്ങളും നല്ല ഇടയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആൺപിള്ളേരുടെ ഹോസ്റ്റലിന് ഇത്രയും സൗകര്യം ഉണ്ട്. പെൺപിള്ളേരുടെ ഹോസ്റ്റലിന് എന്നതായിരിക്കും. അത് നല്ല അടിപൊളിയായിരിക്കും അല്ലേ? പിള്ളേർക്കൊക്കെ നല്ല സന്തോഷം. അവിടെ നിന്ന് പെൺപിള്ളേരെല്ലാം ഞാൻ കണ്ടു, എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ എല്ലാവർക്കും മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമാണ്. അന്നേരം അവരുടെ ആ കോളേജും കാര്യങ്ങളും ഹോസ്റ്റലും എല്ലാം അടിപൊളി ആയോണ്ടല്ലേ അവർക്ക് അത്ര സന്തോഷം. മറ്റേ ശ്രീകോട്ടനാണെങ്കിലും മുഖം കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. എന്നാന്ന് വെച്ചാൽ മുറികളൊക്കെ കണ്ടപ്പോ അവരും ഇഷ്ടപ്പെട്ടു. പിന്നെ ജിമ്മുണ്ട്, കളിക്കളങ്ങളുണ്ട്. കളിക്കളങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വോളിബോള്, ക്രിക്കറ്റ് എല്ലാം ഉണ്ട്. അത് പെൺപിള്ളേരും ആൺപിള്ളേരും കൂടെ വോളിബോൾ കളിക്കുന്നതാണ്.
ഒരുപാട് വിഭാഗമുണ്ട്. ഡോക്ടർമാരാകാൻ പഠിക്കുന്നവരുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ട്, ഫിസിയോതെറാപ്പി, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ പിള്ളേരും ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുള്ള എല്ലാ പിള്ളേരും ഉണ്ട്. അപ്പം ശ്രീകുട്ടനും അവരുടെ ഒരു ഭാഗമായി ഇനി ഒരു 3 വർഷം അതിൽ ഓടി കളിച്ചും ചാടി കളിച്ചും ഒക്കെ നിൽക്കും. ഇപ്പം ഞങ്ങൾ അവിടെ നിന്നപ്പം തന്നെ ആണെങ്കിലും 4 മണി വരെ ക്ലാസ് ഉള്ളു എല്ലാവർക്കും. എല്ലാവരും ഡോക്ടറും പഠിക്കാൻ നിൽക്കുന്ന പിള്ളേരാണെങ്കിലും എഞ്ചിനീയറിംഗ് പഠിക്കാൻ നിൽക്കുന്ന പിള്ളേരാണെങ്കിലും എല്ലാവരും കൂടെ കൂടി ഒരു 4 മണിയാകുമ്പോൾ വന്ന് കാപ്പി കുടിച്ചു, വന്ന് ഡ്രസ്സ് മാറി, അന്നേരം അവര് ബാറ്റോ ബോളോ ഒക്കെ എടുത്തോണ്ട് ഗ്രൗണ്ടിലോട്ട് പോകും എല്ലാവരും. എന്നിട്ട് എല്ലാവരും ഒന്നിച്ച് കിടന്ന് കളിക്കുമെന്നാണ് ഞങ്ങൾ കണ്ടത്. അവിടെ ഒരു സന്തോഷമാണ്, നല്ല രസം അല്ലേ? അന്നേരം ശ്രീകുട്ടൻ്റെ മൈൻഡൊക്കെ മാറി അവന് സന്തോഷമായിട്ടിരിക്കട്ടെ. ശ്രീകുട്ടൻ കുറേ പാൻ്റൊക്കെ ആയിട്ട് ആണ് പോയത്. ശ്രീകുട്ടനല്ല, ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോയത്. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജീൻസിൻ്റെ ഒന്നും ഇടാൻ പറ്റിയാണ്. യൂണിഫോം മോഡലുള്ള പാൻറ് വേണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു സുഹൃത്ത് പോകുന്നുണ്ട്, അവനും അവൻ്റെ കൂടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൊടുത്തു വിടാന്ന് പറഞ്ഞു. അവൻ വെള്ളിയാഴ്ച പോകും കേട്ടോ, കട്ടപ്പനയിൽ നിന്നാണ് പോകുന്നത്. അന്നേരം ഇപ്പോൾ ശ്രീകുട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ 2-3 പാൻറ്റും കൂടെ മേടിച്ച് കൊടുത്തു വിടണം. ജീൻസിൻ്റെ ഒറ്റ പാൻറ് ഇടാൻ സമ്മതിക്കുകയില്ല, കൊണ്ടുപോയതൊക്കെ പുറത്തെങ്ങാനും ഇടാൻ പറ്റത്തുള്ളൂ. കോളേജിൻ്റെ അകത്ത് ഇടണമെങ്കിൽ സാധാ പാൻറ് വേണം. അങ്ങനെ നമ്മൾ 2-3 പാൻറ് എടുത്തു. അളവ് 30 ഇഞ്ചാണ്. കുഴപ്പമില്ല, ചേരും. അഥവാ ഇച്ചിരി വലുതാണെങ്കിലേ ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കിക്കോളും. ഒരു കിളിമകളോട് വെറുതെ കഥ പറയുകയാണ് വിളികൾ നറുനില പൊളി വീണ കുളിര